പൈനാപ്പിൾ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. അതിലിത് ഡബിളോസിൻ്റെ ഈ പാലട മിക്സ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് ഈ അട ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം കൈവക്കാണ്ട് ഇളക്കണം, അടി പിടിച്ച് പോകാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെ ഇളക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ അട. പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് അത് തിളക്കിയപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഈ അട ഇട്ടിട്ടുള്ളതിലേക്ക്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇതൊന്ന് നല്ലോണം കൈവക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് വേഗം അടി പിടിച്ചു പോകും. അതുകൊണ്ട് നല്ലോണം ഇളക്കുക. കുറച്ചുകൂടി പാൽ ഒഴിക്കുന്നുണ്ട്. രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാക്കറ്റ് ഒഴിച്ച് എന്നിട്ട് പിന്നെ ഈ അട വേവുന്നതിനനുസരിച്ച് ഒരു പാക്കറ്റ് പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് മതി. എന്നിട്ട് നോക്കിയിട്ട് ഒഴിക്കുക. ഇത്രയും ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കാം. ക്രീം ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് ഞാനല്ല പായസം ഉണ്ടാക്കുന്നത്, എൻ്റെ മോനാണ് ഉണ്ടാക്കുന്നത്. ഓനാണ് ഈ പായസത്തിൻ്റെ എക്സ്പേർട്ട്. എനിക്ക് പായസം അങ്ങനെ അറിയില്ല. ഓനാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഒരു പാക്കറ്റ് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടാകെ 3 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുള്ള, പിന്നെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്, ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് അട ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം. ഇത് ഭയങ്കര കുറേ നേരം എടുക്കും അട വേവണമെങ്കിൽ. പക്ഷേ ഇത് നല്ല ക്ഷമയോട് കൂടി ഉണ്ടാക്കേണ്ടതാണ്. എനിക്ക് ഏറ്റവും ഇല്ലാത്ത കാര്യം ക്ഷമയാണ്. ഇത് ഇവൻ തന്നെയാണോ ഇതിങ്ങനെ നല്ലോണം പണം ഉണ്ടാക്കാൻ പറ്റുക. എനിക്ക് കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം പിടിക്കും. അതിങ്ങനെ കുറേ ഇത് തന്നെ അങ്ങനെ വേവണ്ടേ. അപ്പോൾ അങ്ങനെ കൈ എടുക്കാനും പറ്റില്ല, അടി പിടിച്ചു പോകും ചെയ്യുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി തന്നെ വേവിച്ചെടുക്കണം. കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട്. അട
ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കണ്ടൻസ് മിൽക്കും കൂടി ഒഴിക്കുന്നുണ്ട്. അട വെന്തിക്കുന്നു. ഇനി ഇത് ഇളക്കിയിട്ട് അതിങ്ങനെ ഒന്ന് കുറുകി വറ്റി വരണം. അപ്പോൾ ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുത്ത് ചെറിയ കഷ്ണമാക്കിയത്, അതിൽ പഞ്ചസാര ഇട്ടിട്ട്, പക്ഷെ ശ്രദ്ധിക്കണം, ഇതിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് നോക്കിയിട്ട് വേണം ഇതിൽ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട്, അധികമായി പോകരുത്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൈനാപ്പിൾ വേവിക്കുക. ഇതായിട്ടുണ്ട്. ഇനി ഇതിങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പൈനാപ്പിൾ നേരത്തെ വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് വേവിക്കാൻ വെക്കുന്നുണ്ട്. പായസം അവിടെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ട് അത് നല്ലോണം തണയണം. ഈ പൈനാപ്പിൾ അതുപോലെ നല്ലോണം വേവിക്കണം. വെന്ത് കഴിഞ്ഞാൽ ഇതും നല്ലോണം തണഞ്ഞാൽ ഇന്നാലേ രണ്ടും പാടും മിക്സ് ആക്കാൻ പറ്റും. പിന്നെ ഇതും കൂടി തണഞ്ഞിട്ട് പിന്നെ വേറൊരു ചെറിയൊരു പണി കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് രണ്ടും തണുത്തിട്ട് മിക്സ് ആക്കാം. ഈ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി ഇത് എന്താക്കാൻ വേണ്ടി തണയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണയാൻ വെക്കാം. ഇത് നല്ലോണം തണയണം. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് സാവുനരിയത് ഇത് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ പുതർത്തി വെച്ചതാ. ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ. ഇതിന് പഞ്ചസാര ഒന്നും ഇടണ്ട, ബാക്കി എല്ലാത്തിനും നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. പൈനാപ്പിളും പാലടും രണ്ടും തണഞ്ഞിട്ട് രണ്ടും മിക്സ് ആക്കിയിട്ടുണ്ട്. പൈനാപ്പിൾ ഇതിനകത്തേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ലോണം തണഞ്ഞതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിത്തം വരിയോ. അത് നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടും നല്ലോണം തണക്കണം. എന്നിട്ട് ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാവുനരിയും കൂടിയോ സാവുനരി വേവിച്ചതും കൂടി ചേർക്കാൻ പോകുന്നതാ. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കുക. ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.